പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നം വെച്ചുള്ള പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. രാഷ്ട്രീയം കളിക്കരുത് എന്ന BSP അധ്യക്ഷ മായാവതി. മോദി ഡൽഹിയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയും പ്രതികരിച്ചു. വിവാദമായതിന് പിന്നാലെ ഈ പരസ്യ പ്രസ്താവന വിലക്കി സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെ സമൂഹ മാധ്യമ ചുമതലയുള്ള സുപ്രിയ ശ്രീനാട്ടേക്ക് താക്കീതും നൽകി. കഴിഞ്ഞ ദിവസവും സമാനമായ, അതായത് പാകിസ്ഥാൻ ഈ ആക്രമണത്തിന് പിന്നിലില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കണമെന്ന് സോസിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. അതിനെ തുടർന്ന് പരസ്യ പ്രസ്താവന വിലക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്. അതും ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രകോപനപരമായ അല്ലെങ്കിൽ ഐക്യമില്ലായ്മ സൂചിപ്പിക്കുന്ന കമന്റുകൾ വരുന്നത്. ഈ ബസന്ത് വിവരങ്ങൾ വേണ്ടി ബസന്ത്, ഇങ്ങനെ ഒരു രാജ്യം ഇത്തരം ഒരു സാഹചര്യം നേടുമ്പോൾ അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ എന്നോ ഇല്ലാതെ പൂർണ്ണമായും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഇതിനു മുൻപൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഒരുമിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസിൽ ഇതിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കാതെ ഒട്ടും പക്വതയോടെ അല്ലാത്ത പല പ്രതികരണങ്ങൾ പല നേതാക്കളിൽ നിന്ന് വരുന്നു. അവസാനം ഈ പോസ്റ്റ് പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക്. അപ്പോൾ അത്രയും ശ്രദ്ധയില്ലാതെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഇത്തരം നിർണായകമായ ഒരു ഘട്ടത്തിൽ പോസ്റ്റുകൾ ഇടുന്നുവെന്നാണ്. എങ്ങനെയാണ് കോൺഗ്രസിനെ ഈ വിഷയങ്ങളെല്ലാം കൂടി പ്രതിരോധത്തിലാക്കുന്നത്? എന്താണ് ഔദ്യോഗികമായി ഈ കാര്യങ്ങളിൽ വന്ന പ്രതികരണങ്ങൾ? ദ്വിഷ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കൾ ഈ വിഷയത്തിൽ, പഹൽഗാം വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ എടുത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ ഒരു പരസ്യ പ്രസ്താവനയുടെ ഒരു വിലക്കുണ്ടായിരുന്നു. ഔദ്യോഗികമായിട്ട് തന്നെ ആരും പാർട്ടി നിലപാടിൻ്റെ പുറത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ കോൺഗ്രസിൻ്റെ സാമൂഹ്യ മാധ്യമ വിഭാഗത്തിൻ്റെതായി വന്ന ഒരു ട്വിറ്റർ ഹാൻഡിലിൽ വന്ന ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ എക്സ് ഹാൻഡിൽ വന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായത്. ഗായബ് എന്ന് പറഞ്ഞുകൊണ്ട് തലയില്ലാത്ത ഒരാൾ കുർത്തയും പൈജാമയും ഇട്ട് നിൽക്കുന്ന ഒരു ചിത്രം, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തല വെട്ടിയെടുക്കണം എന്നുള്ള പാകിസ്ഥാൻ സൈനിക അറ്റാഷയുടെ അതേ ആംഗ്യം പോലുള്ളതാണ് ഇത് എന്നുള്ള വ്യാഖ്യാനവുമായി BJP രംഗത്തെത്തിയതോടെയാണ് കോൺഗ്രസ് പ്രതിരോധത്തിലായത്. ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ വന്നതിനെ തുടർന്ന് രാത്രി ഈ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനം കോൺഗ്രസിൻ്റേത് വന്നു. മാത്രമല്ല AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു വളരെ വിശദമായ ഒരു പേജ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ അംഗങ്ങളും പ്രവർത്തകരും ദേശീയമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ള വിശദമാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇടേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്തരം വിഷയങ്ങളിൽ പാർട്ടി നിലപാടിന് പുറത്തേക്ക് നിങ്ങളാരും പോകരുത്, രാജ്യത്തിൻ്റെ പൊതുവികാരം കണക്കിലെടുക്കണം തുടങ്ങിയ തരത്തിലുള്ള വളരെ വിശദമായ 4-5 ഖണ്ഡികകളുള്ള ഒരു പ്രസ്താവന തന്നെ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഇറക്കേണ്ടി വന്നു എന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒപ്പം നിൽക്കുന്ന ഫറൂഖ് അബ്ദുള്ള പോലുള്ളവർ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. മായാവതി അതിരൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ പുറത്ത് ഒരു അല്പസമയം മുമ്പ് നടത്തിയത്. ഇതിനെ തുടർന്ന് ഈ പാകിസ്ഥാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പരിഹാസം ഉണ്ടാകുന്നത്. നോട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് പാകിസ്ഥാൻ മന്ത്രി തന്നെ ഷെയർ ചെയ്യുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇങ്ങനെ തന്ത്രപരമായ ഒരു വീഴ്ച? എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വിഷയമുണ്ടായി എന്നുള്ളതാണ്. അതായത് വളരെ കൃത്യമായ നിലപാട് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പാർട്ടിയും ഒക്കെ എടുക്കുകയും ചെയ്തു. സർവകക്ഷി യോഗത്തിൽ സർക്കാരിൻ്റെ വികാരത്തെ നിലപാടിനൊപ്പം നിൽക്കുന്നു എന്ന് അറിയിച്ചു. ആഭ്യന്തരമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് വിളിക്കുന്നു, സംസാരിക്കുന്നു, ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. പക്ഷേ പിന്നീട് വീണ്ടും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു. സൈഫുദ്ദീൻ സോസ് പറയുന്നത് പാകിസ്ഥാൻ ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കണം, സിന്ധു നദീതര കരാർ അവരുടെ ജീവനാടിയാണ്, അത് തടയരുത് തുടങ്ങിയ തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നു. കർണാടകയിലെ ഒരു നേതാവ് മറ്റൊരു രീതിയിൽ സംസാരിച്ചു. അപ്പോൾ പൊതുവിൽ നിങ്ങൾ പാർട്ടി നിലപാട് വിട്ട് പുറത്തു പോകരുത് എന്നുള്ളതും ദേശീയ വികാരത്തിനൊപ്പം നിൽക്കണം എന്നുള്ള കാര്യം കോൺഗ്രസ് പ്രവർത്തകരെ ഓർപ്പിക്കാൻ വേണ്ടി സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഒരു പേജ് നീളമുള്ള പ്രസ്താവന ഇറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് വന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. ഇതിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഇതിൻ്റെ ചുമതലയുള്ള സാമൂഹ്യ വിഭാഗത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ള സുപ്രിയ ശ്രീനാട്ടേക്ക് മേലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്കൊരു താക്കീത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ മാധ്യമപ്രവർത്തക കൂടിയാണ് സുപ്രിയ. പക്ഷേ ഇന്നലെ ഈ പോസ്റ്റ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അതിൻ്റെ ഒരു വ്യാഖ്യാനം BJP വളരെ കൃത്യമായി തന്നെ കൊണ്ടുവരികയും അത് രാഷ്ട്രീയ വിഷയമാക്കി വന്നതോടുകൂടി കോൺഗ്രസ് വീണ്ടും വെട്ടിലാകുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനിലെ ഒരു മന്ത്രി തന്നെ ആ പോസ്റ്റ് ഷെയർ ചെയ്യേണ്ട അല്ലെങ്കിൽ പങ്കുവെക്കേണ്ട ഒരു സാഹചര്യം വന്നതോടെ കോൺഗ്രസിന് അത് പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു.